ഹലോ! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു സദ്യ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വലിയതായിട്ട് വിരുന്നുകാരും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്നാലും പിന്നെ വീട്ടിലധികം ആൾക്കാരും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇതുപോലെ മസാലകളും പൊടികളും എല്ലാം ഒന്ന് ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്കൊന്ന് വെക്കും. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒന്ന് പുരട്ടി വെക്കും. അല്ലെങ്കിൽ നമ്മൾ തൈര് ഉപയോഗിക്കാറുണ്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കൂടി പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ ഇരിക്കും. ഇപ്പം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അത്രയൊക്കെ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ, ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാലും കുറച്ചുകൂടെ നല്ലതാണ്. ചിക്കനകത്ത് എല്ലാം കൂടെ പിടിച്ചൊക്കെ കിട്ടും. ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം വല്ലാത്തതായതുകൊണ്ട് പിന്നെ നമ്മൾ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ കറി, മീൻ കറിയൊക്കെ ഇങ്ങനെ അടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്കൊന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് എന്തായാലും ദൈവം സഹായിച്ച് നമുക്ക് ഇതിനകത്ത് കുറച്ച് മാങ്ങയുണ്ട്. അപ്പോൾ അത് മൂവാണ്ട മാങ്ങയാണ്, അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് പൊട്ടിക്കുമ്പോൾ ചെറുതായിട്ട് കണ്ണിൽ കറ വീഴും. പിന്നെ അതെല്ലാം കൂടി നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. പിന്നെ ഇതിൽ ചെറിയൊരു ഈർപ്പം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചൊക്കെ വെച്ച് ഏകദേശം ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്തും വന്നിട്ടുണ്ട്. പിന്നെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി വെക്കുമ്പോൾ എന്തായാലും എരിശ്ശേരിയും വെക്കും. അപ്പോൾ മത്തങ്ങയും വൻപയറും കൂടെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഏകദേശം വെള്ളമെല്ലാം വറ്റി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ബാക്കി മസാലപ്പൊടി എല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ എരിശ്ശേരിക്കുള്ള തേങ്ങയും എല്ലാം മൂപ്പിച്ച് ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എരിശ്ശേരിക്ക്. എൻ്റെ ഫേവറേറ്റാണ് ഈ ഒരു മത്തങ്ങയും വൻപയറും. പിന്നെ ചില സമയത്ത് നമ്മൾ പച്ചക്ക വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം ദേ കണ്ടോ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങ എല്ലാം ഒന്ന് അച്ചാറൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ സദ്യ ഇതൊക്കെയായിരുന്നു. അങ്ങനെ വലിയതായിട്ട് കൂടുതലായിട്ട് കറികളൊന്നുമില്ല, ഇത്രയും തന്നെ എനിക്ക് പോതും. അപ്പോൾ നമുക്കിനി ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം.
കാരണവശാലും കളിക്കണ്ടത്തിൽ നിർത്തുവാൻ അനുവദിക്കുന്നതല്ല. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ സമിതികളുടെ കൺവീനർമാർ ശ്രദ്ധിക്കുക. ബഹുമാന്യ നിയമപാലകരുടെ നിർദ്ദേശമുണ്ട്. സമയം വളരെ വൈകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാരെ കളിക്കണ്ടത്തിൽ എടുക്കണം. അതിനുശേഷം എഴുന്നള്ളത്തുണ്ടായിരിക്കുന്നതാണ്. ആയതിനാൽ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ കൺവീനർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ.